ഇന്ത്യയിലെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യാനിരിക്കാറ് ഞാൻ പിന്നീട് അത് കുറച്ച് സമയത്തേക്ക് മാറ്റിവെച്ചതിൻ്റെ കാരണം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എങ്ങനെയാണ് ഇത് അന്വേഷിക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയായിരുന്നു. അത് ഏത് ദിശയിലോട്ട് പോകും. ഇപ്പം ക്ലാരിറ്റി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നീറ്റ് എക്സാമിനേഷൻ പൊളിച്ചത് സംഘപരിവാറാണ്. കംപ്ലീറ്റ് പേപ്പർ ലീക്ക് ചെയ്ത് ആൾക്കാരെ നിയമിച്ച് ഈ പറയുന്ന 22 ലക്ഷം പേരുടെ ലൈഫ്, കുട്ടികളുടെ ലൈഫ് പൊളിച്ചതിന് പൂർണ്ണ ഉത്തരവാദി ഈ സംഘപരിവാറാണ്. HRD മിനിസ്ട്രിയിൽ ധർമ്മേന്ദ്ര പ്രധാനി വലിയ റോളൊന്നുമില്ല. കാരണം അയാൾ ഏറ്റവും മിടുക്കൻ, അയാൾ അഡ്മിനിസ്ട്രേറ്ററാണ്, അയാൾ ഏറ്റവും മിടുക്കൻ. എലക്ഷൻ എങ്ങനെ ജയിക്കണം അതിനെല്ലാ വഴിയും നോക്കി അത് ജയിപ്പിക്കുന്ന കാര്യത്തിൽ ആ മന്ത്രി വലിയ മിടുക്കനാണ്. ഹരിയാനയാണെങ്കിലും കഴിഞ്ഞ ബംഗാളാണെങ്കിലും എവിടെ BJPയുടെ ഇലക്ഷൻ വിജയിപ്പിക്കാൻ ഏറ്റവും മിടുക്കനാണ്. പക്ഷേ BJP ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്താണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അതിനകത്ത് പൂർണ്ണമായിട്ടും ഏകദേശം 1200ഓളം പേരാണ് അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നത്. അതിനകത്ത് 70% എന്ന് പറയുന്നത് പാർട്ടി, അതായത് സംഘപരിവാറിൻ്റെ റെക്കമെൻഡേഷൻ്റെ അകത്ത് വന്നവരാണ്. അതാണിത് കുളമായത്. കുളം നാശമാക്കി 5, 6, 7 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും എത്രയോ വർഷത്തെ, അതായത് 3-4 വർഷം അതിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ ട്യൂഷന് ഇത് അതായത് ആ കുട്ടികൾക്ക് ഉറങ്ങാൻ പോലും സമയം കൊടുക്കാറില്ല. ആ രീതിയിലാണ് ഈ പറയുന്ന നീറ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തത്. കാരണം ഇതിനകത്തൊരു ഹ്യൂജ് ബജറ്റും ഉണ്ട്. അതും ഇതിൻ്റെ അത് മാറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ജോലിക്കാർ നിന്ന് അതായത് കംപ്ലീറ്റ് കൊളാപ്സ് ആക്കി കൈ തന്നു. നാണക്കേട്. ഇനി ഈ കുട്ടികളോട് വീണ്ടും എക്സാമിനേഷൻ എഴുതാൻ പറയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ അവരുടെ സമ്മർദ്ദം എത്ര? കാരണം ഒരു റിലയബിലിറ്റി, അതായത് ഒരു ട്രസ്റ്റ് ഇല്ലാതാകുകയാണ്. അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ പേരും, ഒരാൾ പോലും ഇല്ലാതെ മുഴുവൻ പേരും BJPയുടെ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഹാർഡ് കോറായിട്ടുള്ളവർ. അവരാണ് ക്വസ്റ്റ്യൻ, അതായത് പ്രിൻറ്റിങ് പ്രസ്സിലാണെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്തവരാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയവരാണെങ്കിലും മുഴുവനും ഇതുമായിട്ട് വെൽ കണക്റ്റഡ്. അത് ആലോചിച്ച് നോക്കി. ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ നീറ്റിൻ്റെ നിങ്ങളിവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പത്രങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തപ്പി നോക്കണം. എന്നെ ഈ തെറി വിളിക്കുന്നവർ തപ്പി നോക്കണം ഇവന്മാരൊക്കെ എവിടുന്നാണെന്ന്. അതായത് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഒരു അധ്യാപകൻ, ഒരു PhD പോലും ഇല്ല, അയാളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത്. എങ്ങനെയാണ് ഈ കമ്മിറ്റിയിൽ കടന്നുകൂടിയത്? ഉറപ്പായിട്ടും സംഘ് പരിവാറിൻ്റെ റെക്കമെൻഡേഷൻ. ഇത്രയും പേരും മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പലരും NTA ഡെപ്യൂട്ടേഷൻ മേടിച്ച് വരുന്നു. സംഘ് പരിവാറിൻ്റെ റെക്കമെൻഡേഷൻ. കാരണം ബജറ്റ് നല്ലതാണ്, നല്ല പോസ്റ്റാണ്, പവർഫുള്ളാണ്. ഇതേപോലെ ലീക്ക് ചെയ്താൽ പണം ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഇപ്പോഴൊന്നുമല്ല ലീക്ക് തുടങ്ങിയത്, ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളും പുറത്തിറങ്ങിയത്. നേരത്തെ ലീക്ക് ചെയ്തവൻ്റെ അവൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളും അവരുടെ ഫാമിലിയിലുള്ള പല ആൾക്കാരും നീറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു രാജസ്ഥാൻ. എന്നിട്ട് രാജസ്ഥാനിൽ ഒരു എഡ്യൂക്കേഷൻ മന്ത്രി പറയുകയാണ് എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്കാകുന്ന ഒരു ഇഷ്യൂവേ അല്ല. അതായത് ഇന്ത്യയിലെ അർബൻ ക്ലാസ്സിനെ, അതേപോലെ ഇന്ത്യയെ പ്രതീക്ഷയോടെ ഇന്ത്യയെ കാണുന്ന ഒരു യുവതലമുറയ്ക്ക്, അതായത് ടീനേജ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കണ്ടോണം. അത്ര അലംഭാവമാണ് ഈ ഗവൺമെൻറ് കാണിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ മന്ത്രി തെറിക്കുക തന്നെ ചെയ്യണം. അയാൾ ഉത്തരവാദി അല്ലെങ്കിൽ തന്നെ ഈ മന്ത്രി തന്നെയാണ് ഇതേപോലെയുള്ള ആൾക്കാരെ കയറ്റുവാൻ വേണ്ടി. ഇപ്പം മന്ത്രി അടുത്ത ബന്ധമുള്ള ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറയുക, അത് RSSും BJPയും പറയും ആൾക്കാരെ വെക്കണം. അതിന് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരെ വെച്ചു, അത് ലീക്കായി, അതിന് എന്ത് നടപടി എടുക്കാൻ പറ്റും? ആലോചിക്കുക, മനസ്സിലാക്കുക. കഴിഞ്ഞ 12 വർഷം BJP അധികാരത്തിൽ വന്നു. 94 പേപ്പറുകളാണ് ലീക്കായിരിക്കുന്നത്. അതായത് ഇന്ത്യയുടെ എഡ്യൂക്കേഷനെ പറ്റി ഒരു കുന്തോ അറിയാത്തവർ. ഇത് തന്നെയല്ലേ സംഘപരിവാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യക്കാർ എഡ്യൂക്കേറ്റഡ് ആവരുത്. ഇപ്പം ഹയർ എഡ്യൂക്കേഷനും കുളവാക്കി കൈ തന്നു. ഇതാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിന് താളം തെറ്റി ഡീറെയിൽ ചെയ്തു പോയി.
അതായത് നമ്മുടെ കൊച്ചു കുട്ടികൾ, അതായത് ടീനേജുള്ള കുട്ടികൾ, ആ കുട്ടികൾ ഏത് രീതിയിലുള്ള പ്രഷറാണ് ഇനി ധരിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് ഓൺലൈനിൽ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറും 3, 4, 5 ലക്ഷത്തിന് വിൽക്കുന്നു. അതിന് പല റാക്കറ്റുകളുണ്ടാകും. സോ സാഡ് ആൻഡ് ടെറബിൾ. എന്തുകൊണ്ടാണ് IIT-യുടെ JET ഇങ്ങനെ എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്ക് ചെയ്യാത്ത? അതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് പഴയ രീതിയിൽ അങ്ങ് തുടരുകയാണ്. കാരണം അത് IITians ആണ് അത് കൺട്രോൾ ചെയ്യുന്ന അക്കാഡമിക്സ്. അതിനകത്തോട്ട് അവരൊരു കാരണവശാലും ഈ പറയുന്ന സംഘവിധ ആൾക്കാരെ കയറ്റിയില്ല. അക്കാഡമിക് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ തന്നെ അവർ തന്നെയാണ് കംപ്ലീറ്റ് അത് കൺട്രോൾ ചെയ്യുക. എമിനൻ്റ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽസും റൈറ്റേഴ്സും അക്കാഡമിഷ്യൻസിനെ മാത്രം അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അതായത് BJP ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് നീറ്റും NTA. അതിനകത്ത് മുഴുവൻ ഈ ആൾക്കാരെ കയറ്റി. ഇത് മാത്രമൊന്നുമല്ല, ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവം, അതേപോലെ പല കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ ഇതേപോലെയുള്ള അലബലാദികളെ കയറ്റി വെച്ചിട്ടുണ്ട്. പലയിടത്തും അക്കാഡമിഷ്യനായിട്ടും പഠിപ്പിക്കുന്ന ലെക്ചറായിട്ടൊക്കെ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ സംഭവമാണ്. അപ്പം അതിൻ്റെ ക്വാളിറ്റിയും താഴോട്ട് പോയി. നമുക്കെങ്ങനെ ഇന്ത്യയിലെ ചെറുപ്പക്കാരായ കുട്ടികൾ വിദേശത്ത് വിദ്യാഭ്യാസം നേടിപ്പോകുന്നു? അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? വേറെ വഴിയൊന്നുമില്ല. ഇന്ത്യയുടെ അർബൻ ക്ലാസ്സാണ് ഏറ്റവും കൂടുതൽ BJP പിന്തുണച്ചത്, അതായത് ഹിന്ദുത്വ മോഡലിൽ. ഇന്നാണ് അവർ ഏറ്റവും കൂടുതൽ കരയുന്ന രീതിയിലോട്ട് മാറി. അതായത് അവരുടെ കുട്ടികളുടെ ഭാവി പോലും നശിപ്പിച്ചു ഈ ഗവൺമെൻറ്റിൻ്റെ നീറ്റ് എക്സാമിനേഷനും NTA. ഇതിനാരാണ് ഉത്തരവാദി? കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ഇവരെ ശിക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് നിങ്ങൾ എടുത്തു നോക്കുക, CBSE പല പരീക്ഷ ലീക്കായി ശിക്ഷിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ ഈസി ആയിട്ട് അങ്ങ് ഊരിപ്പോവും. ഇത് കണ്ടിന്യൂ ആയി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെതിരെ നടപടിയെടുക്കാൻ പോലും ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. കാരണം ഇവരെല്ലാം ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാറിൻ്റെ വിവിധ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ലിങ്കുകളാണ്. അതതിൻ്റെ കാര്യം. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം ഗതികേടിൽ നിന്നും ഗതികേടിലോട്ടാണ് പോകുന്നത്. ഈ നീറ്റ് എക്സാമിനേഷനും NTA ബന്ധപ്പെട്ട് ഇതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നവന്മാർ മുഴുവനും അതിനെ കുളമാക്കി പണമുണ്ടാക്കുന്നു. ക്രിമിനൽസ് മാത്രം കയറിയ ഒരു NTA നീറ്റ് എക്സാമിനേഷനായിട്ട് ഇതിനെ മാറ്റിയെടുത്തു. അതിന് പറ്റിയ സർക്കാരും അതിന് പറ്റിയ BJP ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതും ഇതിനെ അങ്ങ് കുളവാക്കി. ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി കാണും, സാമ്പത്തികമായിട്ട് കുളവായി, അവസാനം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പോലും കുളവാക്കുന്നു. ഇതാണ് നമ്മൾ പറയുന്ന പുതിയ ഭാരത്, പുതിയ സൃഷ്ടി. ഇത് എല്ലാ ഇന്ത്യക്കാർക്കും കിട്ടേണ്ട പാഠം തന്നെയാണ്. അതവർക്ക് കിട്ടുകയും ചെയ്തു.